നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനാൻഷ്യൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മിക്ക മത്സര പരീക്ഷകൾക്കും ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലേ? അതിലൊന്നാണിത്. ഉച്ചയ്ക്ക് 12:10 ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? എന്ന് വെച്ചാൽ ഇതുണ്ടോ, 12:10 ഇവിടെയാണ് മണിക്കൂർ സൂചി, ഇവിടെ മിനിറ്റ് സൂചി. അപ്പോൾ ഈ കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദിക്കുക. ഈ കോണുണ്ടല്ലോ, ഈ കോണളവ് എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? ഇതുണ്ടോ, കോണളവ് കണ്ടുപിടിക്കുന്നത് മിനിറ്റ് എത്രയാണോ മിനിറ്റ് അതിനെ 2/11 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? മിനിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനെ 2/11 കൊണ്ട്. ഇവിടെ എത്രയാണ്? 12 മണി 10 മിനിറ്റ് ആണ്. ഇതാണ് മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? മിനിറ്റ് എത്രയാണെന്ന് എഴുതിയിട്ട്, അപ്പൊ മിനിറ്റ് 10 അല്ലേ? 10 ഇൻറ്റു 2/11. 2/11 എത്ര കിട്ടും ഉത്തരം? 2ഉം 10ഉം കൂടെ കിട്ടുമ്പോൾ 5. 11 ഇൻറ്റു 5 55 ഡിഗ്രി. അപ്പോൾ ചോദ്യം എന്താണ്? തമ്മിലുള്ള കോണളവ് എത്രയാണ്? അപ്പോൾ ഈ കോണളവ് എന്ന് പറയുന്നത് 55 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കോണളവ് കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പം മിനിറ്റിനെ 2/11 കൊണ്ട് ഗുണിച്ച് ഉത്തരം എഴുതിയാൽ മതി. ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം ഇതുപോലുള്ള കണ്ടുപിടിക്കാനുള്ളത്. ഇത് ഉച്ചയ്ക്ക് 12:20 ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് അല്ലേ? ഇവിടെ 12:20 അപ്പോൾ ഇതാണ് 12:20 ഇങ്ങനെ വരും അല്ലേ? ഈ കോണിന്റെ അളവ് എത്ര എന്നാണ് നമ്മൾ ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? ആ മിനിറ്റ് എത്രയാണ് ഇവിടെ? 12:20. ആ 20 എന്നുള്ളതാണ് 12 മണി 20 മിനിറ്റ് ആണ്. അതെ, അപ്പൊ മിനിറ്റ് 20 ഇൻറ്റു 2/11. 2/11 ഈ 2 20 കൂടെ കിട്ടുമ്പോൾ എത്ര വരും? 10 വരും. 10 ഇൻറ്റു 11 110 ഡിഗ്രി ആണ് ഈ കോണിന്റെ അളവ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. കോൺ അളവ് കണ്ടുപിടിക്കുന്നത് മിനിറ്റ് ഇൻറ്റു 2/11 എന്ന്. ഇനി ഇത് നമുക്കിത് 180 കൂടുതൽ. ഇപ്പം വേറെ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ, ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. അതുവരേക്കും ഏവർക്കും നന്ദി.